ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നാൾ വിശേഷമൊക്കെ അടങ്ങിയ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം ഗൈസ്, ഞാൻ ഇത് ഒരു ചെറിയ വ്ളോഗായിട്ടാണ് ചെയ്തത്. കാരണം എനിക്ക് കുറേ വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്ത് ക്ലിപ്പൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ബിസി ആയിപ്പോയി, പെരുന്നാളുടെ ഡേ ഒക്കെ ആയതുകൊണ്ട്. പിന്നെ രാവിലെ എണീറ്റ് ഇസുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത്. പിന്നെ അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ പെരുന്നാൾ അൺഎക്സ്പെക്റ്റഡ് ചെയ്യാത്തതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പം ഞാൻ രാവിലെ ഇന്ന് പെരുന്നാളൊക്കെ ആയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ എൻ്റെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഇസ് ബേബി നല്ല ഉറക്കമാണ്. അപ്പം അവനാണെങ്കിൽ ഒന്നും കഴിക്കാതെ രാവിലെ കിടന്ന് ഉറങ്ങിയതാണ്. പിന്നെ അവനെ കുത്തി എഴുന്നേൽപ്പിച്ചാൽ എനിക്ക് നല്ല പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഇത് ചിക്കന് വേണ്ടിയിട്ടുള്ള എല്ലാം മസാലയൊക്കെ ഉള്ള വേണ്ടി സാധനങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീനൊക്കെ ചെയ്ത് ഉമ്മച്ചിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും. ഇസു എണീറ്റു. പിന്നെ അതവിടെ പെൻഡിങ് ആയിപ്പോയി. അങ്ങനെ അവനിക്കിത് ഫീഡിങ് ഒക്കെ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്ന് ഫുഡ് കഴിക്കാൻ കാരണം വെച്ചാൽ കാർട്ടൂൺ വെച്ച് കൊടുക്കണുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇവൻ കഴിക്കാറില്ല. പിന്നെ ഇന്നാണ് എനിക്ക് ടൈമില്ല, അവൻ്റെ പുറകെ അവിടെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് അവനെ ഫുഡ് കഴിപ്പിക്കുന്നത്. പിന്നെ ഇത് പെരുന്നാളിന് പുതിയ ഡ്രസ്സാണ്. അവൻ ഷർട്ട് ഇടാതെ പാൻറ്റ് മാത്രം ഇട്ട് കിടന്ന് ഉറങ്ങിയോണ്ട് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ പാൻറ്റ് കുറച്ച് ലൂസായതുകൊണ്ട് ആരിഫ് ഇവിടെ ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചില ദിവസങ്ങളിൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ ഭയങ്കര പാടാട്ടോ കേസ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര എളുപ്പമുള്ള കാര്യമായിരിക്കും. അത് അവൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടതിന് വാപ്പിച്ചതേ പെരുന്നാൾ പങ്ക് കൊടുക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ആളൊന്ന് കൂളാൻ വേണ്ടിയിട്ട് പെരുന്നാൾ പങ്കൊക്കെ കൊടുത്ത് ആളൊന്ന് സോപ്പിട്ട് നിർത്തിയേക്കാണ്. പിന്നെ അവനിപ്പോൾ ചെയ്യാൻ പോണ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തന്നതുപോലെ ഇങ്ങനെ നമ്മളെ പറ്റിക്കുകയാണ് ഈ ചെയ്യണത്. അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിന് മാമായും മോനും തമ്മിലുള്ള കുറച്ച് കളികളാണ്. അതിൻ്റെ ഇടയ്ക്ക് കാക്കേനെ കണ്ടപ്പോൾ ഇത് കാക്കേനെ നോക്കുകയാണ്. അവനിക്ക് കാക്കേനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വാതിൽ തുറന്നിട്ടുള്ള അവൻ്റെ മെയിൻ പരിപാടി ഇതാണ്, പുറത്തോട്ട് ഓടിക്കളിക്കൽ. ഇത് പെട്ടെന്നായിരിക്കും ഒരു ഓട്ടം. ചില സമയങ്ങളിൽ അവിടെ നടയുടെ അവിടെ ഇരിക്കും, ചില സമയങ്ങളിൽ ഓടും. ഇനി കിച്ചണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഒരു അടുപ്പത്ത് ചോറും പിന്നെ ചിക്കനും ഇതാക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ജസ്റ്റ് ഓർത്തപ്പോൾ എടുത്ത ഫോട്ടോയാണത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ പുറത്തൊന്ന് ഔട്ടിങ്ങിന് വരെ പോവാണ്. ഞങ്ങളുടെ മനസ്സിലുണ്ടായത് വേറെ സ്പോട്ടാണെങ്കിലും ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോൾ കുറച്ച് വൈകി പോയതുകൊണ്ട് അവിടെ പോയിട്ട് വരാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇവിടെ അടുത്തൊരു ഇസുവിനായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കിലാണ് പോണത്. അങ്ങനെ ഞങ്ങളിപ്പോൾ റെഡിയായിട്ട് ഒന്ന് പോകാനുള്ള ഡിസ്കഷനിലൊക്കെ നിൽക്കുകയാണ്, എവിടെയൊക്കെ പോകണം, ഏത് പാർക്കിൽ പോകണം എന്ന്. അങ്ങനെ ഞങ്ങൾ ചെങ്ങമ്പുഴ പാർക്കിൽ പോയിട്ടോ. അവിടെ എത്തിയപ്പോൾ ആനയിലിരുന്ന് ഇസുവിടെ ഫോട്ടോ എടുക്കാൻ കുറേ പാടുപെട്ടിരുന്നു. ആദ്യമൊന്നും അവനെടുക്കണ്ടായിരുന്നില്ല, പേടിയായിരുന്നു. പിന്നെ പതുക്കെ ഒന്ന് ഇരുത്തിയൊക്കെ നോക്കി. പിന്നെ അവനിക്ക് ഓർന്നിറങ്ങുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇതിലാണ് അവൻ കയറാറ്. എന്താ പേര്? മിൻമിനി. മിന്നാമിനുങ്ങോ? മിൻമിനി. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അവൻ ആദ്യമായിട്ടാണ് ഈ ഒരു പാർക്കിൽ വരുന്നത്. അങ്ങനെ ഞങ്ങൾ സന്ധ്യയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇനി വേറെ എങ്ങും പോയൊന്നുമില്ല, വീട്ടിലോട്ടാണ് നേരെ തിരിച്ചു പോയത് കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ പടക്കമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ടെറസിൻ്റെ മുകളിലിട്ട് പൊട്ടിച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷം ഏതായാലും ഇത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.